വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12 നമുക്കറിയാവുന്നതാണ്. അതിലാദ്യത്തെ ഫലമാണ് സ്നേഹം. സ്നേഹം എന്താണെന്നും സ്നേഹം എന്തല്ല എന്നും പൗലോസ്ലീഹ നമ്മെ വളരെ വ്യക്തമായിട്ട് കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് സ്നേഹം സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു എന്നതിനെ കുറിച്ചാണ്. നമുക്കൊരുമിച്ച് പറയാം, സ്നേഹം സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു. സ്നേഹം സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്നേഹത്തിന്റെ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. സ്നേഹത്തിൽ സന്തോഷിക്കുന്ന വ്യക്തികളുടെ, ആഹ്ലാദം കൊള്ളുന്ന വ്യക്തികളുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിലൊന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, സ്നേഹത്തിൽ സന്തോഷിക്കുന്നവർ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കും. അവർ മറ്റുള്ളവരുടെ നന്മകൾ ആഗ്രഹിക്കുകയും അവർ നന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട്, സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഭയത്തെ അതിജീവിക്കുന്നവരാണ്. ഈ 2 കാര്യങ്ങളും, ഈ 2 പ്രത്യേകതകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ മൂന്നാമത്തെ, സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവരുടെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സ്വയം മറന്ന് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സ്വയം മറന്ന് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. സത്യത്തിൽ ആനന്ദം കൊള്ളുന്ന, സ്വയം മറന്ന് അപരന്റെ രക്ഷയ്ക്കായിട്ട് പാടുപെടുന്ന ഒരാളുടെ കഥയാണ് നല്ല സമരിയാക്കാരന്റെ കഥ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു യഹൂദൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുകയാണ്. മാർഗമധ്യേ അയാൾ കൊള്ളക്കാരുടെ കയ്യിലകപ്പെടുകയും അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയും കൈവശമുള്ളതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. മൃതപ്രായനായി നഗ്നനാക്കപ്പെട്ട് വഴിയരികിലേക്ക് അയാൾ വലിച്ചെറിയപ്പെട്ടു. അതുവഴി കടന്നുപോയ ഒരു പുരോഹിതനും ദേവാലയ ശുശ്രൂഷകനും അവനെ കണ്ടിട്ടും മുഖം തിരിച്ച് കണ്ടില്ല എന്ന് നടിച്ച് താങ്കളുടെ വഴിക്ക് പോയി. എന്നാൽ അതുവഴി വന്ന ഒരു സമരിയാക്കാരനാകട്ടെ തന്റെ സഹായം ആവശ്യമുള്ള ആ ഒരാളെ കണ്ടപ്പോൾ അയാളുടെ അടുത്തു ചെല്ലുകയും തന്റെ കൈവശമുണ്ടായിരുന്നതെല്ലാം പുറത്തെടുത്ത് എണ്ണയും വീഞ്ഞും
അവന്റെ മുറിവിൽ പുരട്ടി അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. മാത്രമല്ല, അവനെ തന്റെ കഴുതപ്പുറത്തിരുത്തി അടുത്തുള്ള സത്രത്തിൽ കൊണ്ടുചെന്ന് ആക്കുകയും ആ യഹൂദന്റെ തുടർ ചിലവുകളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ കണ്ടിട്ടും കാണാതെ പോയപ്പോൾ ഈ സമരിയാക്കാരനാകട്ടെ അവന് നന്മ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തോഷിക്കുകയായിരുന്നു. മുറിവേറ്റ് കിടക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗമെടുക്കുവാനും അയാൾ തയ്യാറായിരുന്നു. സ്വയം മറന്നുകൊണ്ട് അപരന്റെ രക്ഷയ്ക്കു വേണ്ടി ത്യാഗമെടുത്ത് പ്രവർത്തിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സമരിയാക്കാരൻ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, പഴയ നിയമത്തിലെ പൂർവപിതാവായ ജോസഫിന്റെ സഹോദരന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവരുടെ മനോഭാവത്തെ കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്തതാണ്. ജോസഫിന്റെ സഹോദരന്മാരെ പോലെ സ്വന്തം സഹോദരൻ നശിച്ചു കാണുന്നതിൽ സന്തോഷിക്കുന്ന വ്യക്തികളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിനടുത്ത് ബിസിനസ് ചെയ്യുന്ന മറ്റൊരാളുടെ ബിസിനസ് തകരുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. അയൽക്കാരനൊരു തിന്മ സംഭവിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്നവരുണ്ട്. അത് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. ഒരയൽക്കാരനെന്ന നിലയിൽ മറ്റുള്ളവരെ അവരുടെ അത്യാവശ്യങ്ങളിൽ സഹായിക്കുന്നതിന് പകരം അവർക്ക് പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ചിലരൊക്കെ കല്യാണം മുടക്കുന്നതിൽ എക്സ്പേർട്ടാണ്. ഒരിക്കലൊരു പോസ്റ്റ്മാൻ, ഒരു POC, ഒരു ടീച്ചിങ് പോസ്റ്റിന്റെ ഒരു നിയമന അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ വീടറിയാതെ ഒരാളോട് പോസ്റ്റ്മാൻ അഡ്രസ്സും വീടുമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു കൊടുക്കാത്ത ഒരാളെ കുറിച്ച് അറിയും. കാരണം മറ്റുള്ളവർക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുന്നില്ല. മറ്റുള്ളവർക്കൊരു നന്മ സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുവാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഈ വിധത്തിലുള്ള പ്രവർത്തികളൊക്കെ, മനോഭാവങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത്, ഇങ്ങനെ പെരുമാറുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകേണ്ടത് സമരിയാക്കാരന്റെ മനോഭാവമാണ്. അയാളുടെ മനസ്സ് നിറയെ മുറിവേറ്റ് കിടക്കുന്നവനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യമായിരുന്നു. അയാളുടെ കൈകളും കാലുകളുമൊക്കെ ചലിച്ചത് മുറിവേറ്റ് കിടന്നവനെ ശുശ്രൂഷിക്കുവാനും അവന്റെ മുറിവ് വെച്ചുകെട്ടുവാനും അയാളെ രക്ഷാകേന്ദ്രത്തിൽ എത്തിക്കുവാനും ഒക്കെയായിരുന്നു. അയാൾ ആനന്ദം കണ്ടെത്തിയത് തനിക്കുള്ളത് മുഴുവൻ നൽകുന്നതിനും അവനു വേണ്ടി ത്യാഗമെടുക്കുന്നതിനുമൊക്കെയായിരുന്നു. എന്നാൽ ആ യഹൂദനെ ആക്രമിച്ച് മൃതപ്രായനാക്കിയ കവർച്ചക്കാർ ആനന്ദം കണ്ടെത്തിയത് എന്തിനു വേണ്ടിയാണ്? അവന്റെ വസ്തുക്കളൊക്കെ അപഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കവർന്നെടുക്കുന്നതിന് വേണ്ടിയാണ്. അതിലാണ് അവർ സന്തോഷം കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തിയെടുക്കേണ്ടത് സമരിയാക്കാരന്റെ ഹൃദയത്തിലെ ആനന്ദമാണ്. അത് കൊടുക്കുന്നതിലുള്ള ആനന്ദമാണ്. തനിക്കുള്ളത് മുഴുവൻ പങ്കുവയ്ക്കുന്നതിലുള്ള ഒരു ആനന്ദമാണ്. അപരനു വേണ്ടി ത്യാഗങ്ങൾ, കഷ്ടതകൾ സഹിക്കുന്നതിലുള്ള ഒരാനന്ദമാണ്. കാരണം സ്നേഹം നന്മയിൽ സന്തോഷിക്കുന്നു, അതൊരിക്കലും തിന്മയിൽ സന്തോഷിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിനാൽ ആക്രമിക്കപ്പെട്ട് പരിശുദ്ധിയുടെ വിശുദ്ധ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ട് പാപത്താൽ മുറിവേറ്റവനായി മരണം കാത്തുകിടക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ അടുത്തേക്ക് തന്റെ മഹത്വത്തിൽ നിന്നും താഴെ ഇറങ്ങി ദാസരൂപം ധരിക്കുകയും മനുഷ്യനു വേണ്ടി അവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ രക്തം ചിന്തുകയും ചെയ്ത സമരിയാക്കാരനാരാണ്? നസ്രത്തിലെ ക്രിസ്തുവാണ്.
ദൈവത്തിന്റെ രൂപത്തിലായിരുന്നവൻ സ്വയം ദാസനായി തീരുകയും സ്വന്തം സഹനത്തിലൂടെ ജീവിത ത്യാഗത്തിലൂടെ നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്ത ക്രിസ്തു. കാരണം അവൻ ആനന്ദം കണ്ടെത്തിയത്, അവന്റെ ഹൃദയം ആനന്ദം കണ്ടെത്തിയത് മനുഷ്യരുടെ നന്മയിലായിരുന്നു. അവരുടെ നന്മയിലായിരുന്നു ക്രിസ്തു ആനന്ദം കണ്ടെത്തിയത്. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. നന്മ നിറഞ്ഞ ഹൃദയത്തോടെ വിളിക്കാം, സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ വിളിക്കാം, സത്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് വിളിക്കാം, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിച്ചുകൊണ്ട് വിളിക്കാം, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനുള്ള മനസ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിക്കാം, പങ്കുവയ്ക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിൽ ആനന്ദം കൊണ്ട 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ വിശുദ്ധരിൽ ഒരാളായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബേയുടെ ജീവിതകഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നല്ല സമരിയാക്കാരനെ പോലെ അവരന്റെ നന്മയ്ക്കു വേണ്ടി, അവരന്റെ രക്ഷയ്ക്കു വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ച ഒരു വിശുദ്ധനായിരുന്നു മാക്സിമിലിയൻ മരിയ കോൾബെ. വളരെ തീഷ്ണതയോടുകൂടെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്ന പോളണ്ടുകാരനായ ഒരു വൈദികനായിരുന്നു ഫാദർ കോൾബെ. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ സൈന്യം അദ്ദേഹത്തെ അന്യായമായി തടവിലാക്കുകയും അങ്ങനെ ഒരു ദിവസം ആ ജയിലിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു ജയിൽപ്പുള്ളികളിൽ ഒരാൾ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് ജയിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൽ കോപാകുലരായി ജയിലധികാരികൾ രക്ഷപ്പെട്ട ഒരാൾക്ക് പകരം 10 പേർ വധിക്കപ്പെടണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കൊല്ലപ്പെടാനുള്ള 10 പേരെ തിരഞ്ഞെടുത്തു. കൊല്ലപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് സേക്ക്. അദ്ദേഹം ഭാര്യയും 2 മക്കളുമുള്ള ഒരു പോളിഷ് ആർമി ഓഫീസറായിരുന്നു. ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നിട്ടും തന്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് അയാൾ പൊട്ടിക്കരഞ്ഞു. അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളിയും വിലാപവും കരച്ചിലുമൊക്കെ കോൾബേയുടെ കാതുകളിലെത്തി. അത് കോൾബേയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അവനോട് അനുകമ്പ തോന്നിയ, മനസ്സലിവ് തോന്നിയ ഫാദർ കോൾബെ ഇടറിയ മനസ്സോടെ എഴുന്നേറ്റ് ജയിലധികാരികളുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഈ ഫ്രാൻസിസ് സേക്കിന് പകരം ഞാൻ മരിക്കുവാനായിട്ട് തയ്യാറാണ്. അയാൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്. എനിക്ക് നഷ്ടപ്പെടുവാനായിട്ട് ആരുമില്ല. എല്ലാവരും മരണത്തെ ഭയക്കുമ്പോൾ ഒരാൾ മാത്രം മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാനായി മുന്നോട്ട് വരുന്നത് ജയിലധികാരികളെ പോലും അത്ഭുതപ്പെടുത്തി. പ്രിയമുള്ളവരെ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന യേശു വചനമാണ് ഫാദർ കോൾബയെ ഈ ഒരു മഹത്തായ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ തന്റെ സഹോദരന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ ആ വിശുദ്ധന്റെ ആത്മാവ് കരയുകയായിരുന്നില്ല, മറിച്ച് ആ മനസ്സ് സ്വർഗീയമായ ആനന്ദം കൊണ്ട് നിറയുകയായിരുന്നു. വെറും 47 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന്റെ മരണം ഒരു ആത്മസമർപ്പണമായിരുന്നു, ഒരു സ്നേഹ സമർപ്പണമായിരുന്നു. ഫ്രാൻസിസ് സേക്ക് എന്ന് പറയുന്ന വ്യക്തി ഈ കോൾബയുടെ ആരുമായിരുന്നില്ല. അപ്പോൾ മാത്രം കണ്ട, ഒരിക്കലും അറിയാത്ത ആ ഒരാൾക്ക് വേണ്ടി മുഖം നോക്കാതെ, ജാതി നോക്കാതെ, രാജ്യം നോക്കാതെ കാണിച്ച സ്നേഹം പ്രിയപ്പെട്ടവരെ ഏവരെയും അതിശയിപ്പിക്കുന്നതാണ്. സ്നേഹം സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു. സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവർ സ്വയം മറക്കുന്നവരാണ്.
അവർ സ്വയം മറന്ന് അവരന്റെ നന്മയ്ക്കു വേണ്ടി, അവരന്റെ രക്ഷയ്ക്കു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിന് പകരം സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു പൈശാചിക സംസ്കാരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവരുടെയൊക്കെ സന്തോഷമെന്ന് പറയുന്നത് സത്യത്തിലല്ല. അവരുടെ സന്തോഷം അനീതി പ്രവർത്തിക്കുന്നതിലും തിന്മ പ്രവർത്തിക്കുന്നതിലുമൊക്കെയാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടകാമുകനെ വിവാഹം കഴിക്കാൻ എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവർക്ക് ജന്മം നൽകിയ സ്ത്രീകൾ കൊന്നുകളയുന്നതിന്റെ കഥകൾ നമുക്ക് മുമ്പിലുള്ളത്. സ്നേഹം വറ്റിവരണ്ടുപോയ ഹൃദയത്തിനുടമകളാണിവരൊക്കെ. ഉള്ളിൽ സ്നേഹമുള്ളവർ സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവരാണ്. അവർ സ്വയം മറക്കുന്നവരാണ്. സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മറന്ന് അവരിനു വേണ്ടി അവർ സ്വയം ബലിയായി തീരുന്നു. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. പൂർണ്ണ മനസ്സോടെ വിളിക്കാം, നന്ദിയോടെ വിളിക്കട്ടെ, നന്മയിൽ സന്തോഷിച്ചുകൊണ്ട് വിളിക്കാം. എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം. മറ്റുള്ളവരെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് വേണ്ടിയല്ല, അനേകർക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച സ്നേഹത്തിന്റെ ഒരിക്കലും മായാത്ത ആൾ രൂപമാണ് ഫാദർ ഡാമിയൻ അഥവാ മൊളോക്കയിലെ വിശുദ്ധ ഡാമിയൻ. അദ്ദേഹം ഒരു ബെൽജിയൻ കത്തോലിക്ക പുരോഹിതനായിരുന്നു, ഒരു മിഷണറി ആയിരുന്നു. കുഷ്ഠരോഗം ബാധിച്ച് സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഹവായിയിലെ മൊളോക്കോ ദ്വീപ്. അവിടെ എല്ലാവരാലും വെറുത്തുപേക്ഷിക്കപ്പെട്ട, എല്ലാവരാലും പുറന്തള്ളപ്പെട്ട, ആരും സഹായിക്കുവാനില്ലാത്ത, ശുശ്രൂഷ ചെയ്യുവാനില്ലാത്ത ഈ പാവപ്പെട്ട രോഗികൾക്കും മരണാസന്നർക്കും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ, അവരുടെ ആത്മീയ കാര്യങ്ങൾ, ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ദൗത്യം ഫാദർ ഡാമിയൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. മൊളോക്കയിലേക്ക് പോകുവാൻ തന്നെ അനുവദിക്കണമെന്ന് ഫാദർ ഡാമിയൻ അധികാരികളോട് ആവശ്യപ്പെട്ടു. അവിടെ കുഷ്ഠരോഗബാധിതരായ 600ഓളം പേരുണ്ടായിരുന്നു. അവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്ന ഒരു വൈദികൻ മാത്രമായിരുന്നില്ല ഫാദർ ഡാമിയൻ. അവരുടെ പഴുത്തു വികൃതമായ വ്രണങ്ങൾ കഴുകിക്കെട്ടുന്നതിലും, അവർക്ക് താമസിക്കുവാനായിട്ട് വീടൊരുക്കി കൊടുക്കുന്നതിലും, അവർക്ക് കിടക്കാൻ കിടക്കുകൾ ശരിയാക്കി കൊടുക്കുന്നതും, മരിച്ചവരെ സംസ്കരിക്കുവാനായിട്ട് കുഴിവെട്ടുന്നതുമെല്ലാം ഫാദർ ഡാമിയനായിരുന്നു. ഒടുവിൽ മരണത്തിന്റെ ആ കോളനിയിൽ കുഷ്ഠരോഗബാധിതനായി അവരിലൊരുവനെ പോലെ 49ാമത്തെ വയസ്സിൽ ആ വിശുദ്ധനായ വൈദികൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ നന്മയുടെ തിരുശേഷിപ്പ് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. അദ്ദേഹത്തിന്റെ സ്നേഹസമർപ്പണത്തിന്റെ ഓർമ്മകൾ ചരിത്രത്തിന്റെ താളുകളിലെന്നും മായാത്ത ഒരു അധ്യായമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവർ സ്വയം മറന്ന് അപരന്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. അവരന്റെ നന്മയ്ക്കു വേണ്ടി ജീവിക്കുന്നതിലും, അവരന്റെ കഷ്ടതകളിൽ, ആകുലതകളിൽ, അവരുടെ ഏകാന്തതയിൽ ആശ്വാസമാകുന്നതിലും, സ്വയം ശൂന്യമാകുന്നതിലും, രോഗികളെ ശുശ്രൂഷിക്കുന്നതിലുമായിരുന്നു ഫാദർ ഡാമിയൻ ആനന്ദം കണ്ടെത്തിയത്.
നമ്മുടെ ഇടയിലും പ്രിയപ്പെട്ടവരെ ഇതുപോലെ ചിലരെങ്കിലും ഉണ്ടെന്നുള്ള സത്യം നമുക്കും പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ തളർന്നു കിടക്കുന്ന ഓർമ്മ നഷ്ടപ്പെട്ട ഒരമ്മച്ചി, തനിക്ക് ഭക്ഷണം തരുന്നത്, തന്നെ ശുശ്രൂഷിക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരമ്മ, ചില സമയങ്ങളിൽ പരസ്പരം ബന്ധമില്ലാത്ത പല കാര്യങ്ങളും സംസാരിക്കുന്നു. മറ്റു ചിലപ്പോഴൊക്കെ തന്റെ അടുത്ത് വരുന്നവരോട് ആ അമ്മ ദേഷ്യത്തോടൊക്കെ പെരുമാറുന്നു. എങ്കിലും ആ അമ്മയെ സ്നേഹത്തോടുകൂടെ ആ വീട്ടിലെ മക്കൾ പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. മടുപ്പ് കൂടാതെ ആ അമ്മയുടെ എല്ലാ ആവശ്യങ്ങളും അവർ സന്തോഷത്തോടെ നിറവേറ്റി കൊടുക്കുന്നതിന്റെ കാരണം അവരുടെ ഉള്ളിലെ കലർപ്പില്ലാത്ത സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ ഈ അവസ്ഥയിലും സ്നേഹിക്കുന്നതിൽ, അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൽ ഈ മക്കൾ ആനന്ദം കൊള്ളുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം മറന്ന് തന്റെ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവളായിരുന്നു വാഴ്ത്തപ്പെട്ട ചിയാറ കൊർബേല. അവളൊരു ഇറ്റാലിയൻ യുവതിയായിരുന്നു. 2008 വിവാഹിതയായ അവൾക്ക് ആദ്യം ജനിച്ച രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ മരണമടയുകയാണുണ്ടായത്. 2010 അവർ വീണ്ടും ഗർഭിണിയായി. ഈ സന്തോഷ വാർത്തയോടൊപ്പം ആ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നു. കൊർബെല്ലയ്ക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്ന സ്ഥിരീകരണമായിരുന്നു അത്. ക്യാൻസറിന്റെ ചികിത്സ തുടങ്ങുവാൻ എല്ലാവരും അവളെ നിർബന്ധിച്ചു. എന്നാൽ അപ്രകാരമുള്ള ചികിത്സകൾ തന്റെ ഉള്ളിലുള്ള ശിശുവിന് അപകടകരമായി തീർന്നേക്കാമെന്ന ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അവൾ ഒരു ചികിത്സയ്ക്കും തയ്യാറായില്ല. ഒരു ചികിത്സയും അവൾ സ്വീകരിച്ചില്ല. എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ, ഉദരത്തിലുള്ള കുഞ്ഞിന് ഒരു അപകടവും വരരുത് എന്ന പ്രാർത്ഥനയോടെ അവൾ തന്റെ ഗർഭകാലം കഴിച്ചുകൂട്ടി. അങ്ങനെ 2011 മെയ് മാസം അവൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി. പക്ഷെ അപ്പോഴേക്കും അവളുടെ വായിൽ ബാധിച്ച ക്യാൻസർ ചികിത്സിക്കാൻ കഴിയാത്ത വിധം അത് വളർന്നിരുന്നു. അവളുടെ സംസാരശേഷിയും അവളുടെ കാഴ്ചശക്തിയും ഇതിനകം നഷ്ടപ്പെട്ടിരുന്നു. 2012 ജൂൺ 13 തന്റെ വിവാഹ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾ തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൾ ആനന്ദം കണ്ടെത്തിയത് സ്നേഹത്തിലും സത്യത്തിലുമാണ്. ലോകം ശരിയെന്ന് പറയുന്ന അനീതിയിൽ ആനന്ദിച്ചുകൊണ്ട് സ്വയം രക്ഷിക്കുവാനായിട്ട് ചിയാറ കൊർബെല്ല ഒരിക്കലും പരിശ്രമിച്ചില്ല. അമ്മയെ രക്ഷിക്കുവാൻ കുഞ്ഞിന്റെ ജീവനെ അവഗണിക്കാവുന്നതാണ് എന്ന ലോകത്തിന്റെ നീതിയിലല്ല അവൾ ആനന്ദം കണ്ടെത്തിയത്. മറിച്ച് സ്വയം ജീവൻ ബലിയായി നൽകുന്നതിലാണ് അവൾ സന്തോഷം കണ്ടെത്തിയത്. ഓർക്കുക, കൊർബെല്ലായുടെ മനോഭാവത്തെ രൂപപ്പെടുത്തിയത് നാട്ടുനടപ്പല്ല, സ്വന്തം ലാഭേച്ഛയല്ല. അവളുടെ മനോഭാവത്തെ രൂപപ്പെടുത്തിയത് സ്വർഗത്തിന്റെ നിയമമാണ്, സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും നിയമമാണ്. 1984 റോമിൽ ജനിച്ച് 2012 വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയ ചിയാറ കൊർബെല്ല നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് സത്യത്തിൽ ആനന്ദം കൊള്ളുന്ന സ്വർഗീയ മൂല്യത്തിന്റെ പ്രതീകമായിട്ടാണ്. തന്റെ ചുറ്റും കൂടിയിരുന്ന ഓരോരുത്തരോടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ടവരോട് ചിയാറ കൊർബെല്ല വിട പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, 3-ാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നിങ്ങളോട് പറയുകയാണ്
ഉദരത്തിലെ കുഞ്ഞിന് ഗുരുതരമായ അംഗവൈകല്യമുണ്ട്. ഈ കുഞ്ഞ് ജനിച്ചാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ വേണ്ട എന്ന് വെക്കുന്നതാണ് ഉചിതം. ഇപ്രകാരം ഒരു നിർദ്ദേശം നിങ്ങൾക്കാണ് ലഭിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് മറുപടി നൽകും? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? നിങ്ങൾ നാട്ടു നടപ്പനുസരിക്കുമോ? സ്വന്തം ലാഭേച്ഛനുസരിച്ച് പ്രവർത്തിക്കുമോ? അതോ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും നിയമം നിങ്ങൾ പാലിക്കുമോ? സത്യത്തിൽ ആനന്ദം കൊള്ളുന്ന ഒരാൾക്ക് ഒരു മരണ സംസ്കാരത്തിന്റെ താൽക്കാലിക ലാഭത്തിന്റെ പിറകെ പരക്കം പായുവാനായിട്ട് കഴിയുകയില്ല. അവർ സ്വയം മറന്ന് അവരന്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കും. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് വിളിക്കട്ടെ, സ്നേഹത്തോടെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവരുടെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സത്യത്തെ ജീവനേക്കാൾ വിലയുള്ളതായി കണക്കാക്കും. സത്യത്തെ ജീവനേക്കാൾ വിലയുള്ളതായിട്ട് കണക്കാക്കും. സത്യത്തെ ജീവനേക്കാൾ വിലയുള്ളതായി കണക്കാക്കിയവനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ ഭയം കൂടാതെ നിർഭയനായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവൻ, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ. ഈശോയുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുവാനായിട്ട് രണ്ട് വഴികളുണ്ടായിരുന്നു, രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് സ്വയം രക്ഷപ്പെടുവാനുള്ള ഒരു വഴിയായിരുന്നു, സ്വയം തന്റെ ജീവനെ രക്ഷിക്കുക എന്ന ഒരു വഴിയായിരുന്നു, ഒരു മാർഗമായിരുന്നു അത്. രണ്ടാമതായിട്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിയെ രക്ഷിക്കുക എന്ന ദൈവഹിതമായിരുന്നു. ഈ രണ്ട് സാധ്യതകൾക്കിടയിൽ നിന്ന് ഈശോ തിരഞ്ഞെടുക്കുന്നത് സ്വയം ബലിയായി സമർപ്പിക്കുവാനായിട്ടുള്ള സാധ്യതയാണ്. ഈശോയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലി കഴിക്കുക എന്നതാണ് സത്യം. ദൈവഹിതം പൂർത്തിയാക്കുക എന്ന സാധ്യതയാണ് യേശു അതിലാണ് ആനന്ദം കണ്ടെത്തിയത്. തന്റെ ശരീരത്തെക്കാൾ, തന്റെ ഈ ലോക ജീവിതത്തെക്കാൾ ഈശോ വില കൊടുത്തത്, ആനന്ദം കണ്ടെത്തിയത് ദൈവഹിതമെന്ന പരമമായ സത്യത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈശോ സത്യത്തിനു വേണ്ടി നിലകൊണ്ടതുപോലെ സത്യത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ചവനാണ് സഭയിലെ ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ. എന്തുകൊണ്ടാണ് യഹൂദ പ്രമാണികൾ സ്റ്റെഫാനോസിനെ ബന്ധിക്കുകയും വിചാരണ ചെയ്യുകയും ഒടുവിൽ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് വിധിക്കുകയും ചെയ്തത്? ഒറ്റ കാരണമേയുള്ളൂ, സ്റ്റീഫൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനു വേണ്ടി ജീവിക്കുകയും ചെയ്തു എന്നതാണ്. തന്റെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്റെ ജീവൻ രക്ഷിക്കുവാൻ സ്റ്റീഫന്റെ മുമ്പിൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന മഹാസത്യത്തെ ഒരിക്കലും തള്ളിപ്പറയുവാനായിട്ട് സ്റ്റെഫാനോസ് തയ്യാറായില്ല. യേശു ക്രിസ്തു എന്ന സത്യത്തെ സ്റ്റെഫാനോസ് സ്വന്തം ജീവിതത്തെക്കാൾ വിലയുള്ളതായി കണക്കാക്കി. അതുകൊണ്ട് സ്വന്തം ജീവൻ ബലിയായി നൽകിയും അയാൾ ക്രിസ്തു എന്ന സത്യത്തിൽ ആനന്ദം കൊണ്ടു. ക്രൈസ്തവ സഭയിലെ വിശുദ്ധ സ്റ്റീഫൻ മുതൽ ഇന്നു വരെയുള്ള എല്ലാ രക്തസാക്ഷികളുടെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇവരെല്ലാം സത്യത്തിൽ ആനന്ദം കണ്ടെത്തിയെന്നുള്ളവരാണ്. സ്വന്തം ജീവനേക്കാൾ സത്യത്തിൽ ആനന്ദം കണ്ടെത്തിയെന്നുള്ളതാണ്. കാരണം അവരൊക്കെ സന്തോഷിച്ചത് സ്വന്തം മഹത്വത്തിലോ അല്ലെങ്കിൽ സ്വന്തം ലാഭേച്ഛയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല.
സത്യത്തിലാണ് അവരൊക്കെ ആനന്ദം കണ്ടെത്തിയത്. അതുപോലെ സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ എന്ന് നമ്മൾ വിളിക്കുന്ന വിശുദ്ധ പത്രോസ് ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പത്രോസിനും യോഹന്നാനും ഉണ്ടായ വികാരം എന്തായിരുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 40-ഉം 41-ഉം തിരുവചനങ്ങൾ. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തു പോകുകയാണ്. അവർക്ക് പ്രഹരണമേറ്റപ്പോൾ, പീഡകൾ ഏൽക്കേണ്ടി വന്നപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. റോമാനഗരത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണക്കാർ ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് റോമൻ ചക്രവർത്തിയായ നീറോ ക്രിസ്ത്യാനികൾക്കെതിരെ അതിക്രൂരമായ മതപീഡനം അഴിച്ചുവിട്ടു. ഈ മതപീഡന കാലത്താണ് അന്നത്തെ സഭയുടെ തലവനായിരുന്ന പത്രോസ്ലീഹായെ നീറോയുടെ പടയാളികൾ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ അടക്കുന്നത്. പത്രോസിനെ വിചാരണ ചെയ്തുകൊണ്ട് നീറോ കൽപ്പിച്ചു, ഇയാളെ കുരിശിൽ തറച്ചു കൊല്ലുക. തനിക്ക് കുരിശുമരണം വിധിച്ച ചക്രവർത്തിയുടെ മുമ്പിൽ ഭയമില്ലാതെ നിന്നുകൊണ്ട് ഒരപേക്ഷ പത്രോസ് സമർപ്പിച്ചതിങ്ങനെയാണ്. അയാൾ പറഞ്ഞു, എന്റെ ഗുരു കൊല്ലപ്പെട്ടതുപോലെ കൊല്ലപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല. അതിനാൽ എന്നെ തലകീഴായി കുരിശിൽ തറച്ചുകൊണ്ട് എന്റെ വധശിക്ഷ നടപ്പാക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ആനന്ദം ഈശോയ്ക്ക് വേണ്ടി മരിക്കുന്നതിലായിരുന്നു. വിശ്വാസത്തിനു വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, സുവിശേഷ പ്രചരണത്തിനു വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി മരിക്കുന്നതിലാണ് പത്രോസ്ലീഹ ആനന്ദം കണ്ടെത്തിയത്. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത് ഏത് കാര്യത്തിലാണ്? നമ്മുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്? പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവൻ ബലി കഴിച്ചും ക്രിസ്തുവെന്ന സത്യത്തിൽ പത്രോസ് ആനന്ദം കണ്ടെത്തിയതുപോലെ നമുക്കും സത്യത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിൽ കലർപ്പില്ലാത്ത സ്നേഹമുണ്ടെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തെ ജീവനേക്കാൾ വിലയുള്ളതായി കണക്കാക്കിയവനായിരുന്നു പത്രോസ്ലീഹ. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിലുണ്ടായ അനേക സഹനങ്ങൾ അദ്ദേഹത്തിന് നിസ്സാരമായിട്ട് അതിജീവിക്കുവാൻ സാധിച്ചത്. നമ്മളൊക്കെ സഹനങ്ങൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ സഹനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന വിശുദ്ധന്മാരുണ്ടായിരുന്നു. 2 കൊരിന്തോസ് 11-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ നേരിട്ട സഹനങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. തന്റെ സുവിശേഷ യാത്രയിൽ, പ്രഘോഷണ വേളകളിൽ ശ്ലീഹ നിരവധിയായ പീഡനങ്ങളെയും എതിർപ്പുകളെയും പ്രകൃതി ദുരന്തങ്ങളെയും നേരിടേണ്ടി വന്നതിന്റെ ലിസ്റ്റാണ് കൊരിന്തോസാർക്കുള്ള ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലവട്ടം മരണവക്രത്തിൽ അകപ്പെട്ടിട്ടും തന്റെ ശിരസിന് മുകളിൽ ഒരു വാൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നിട്ടും പൗലോസ്ലീഹായെ ഒന്നിനും ഭയപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് അവനെ ഒന്നിനും വേർപെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളിൽ ശ്ലീഹ എഴുതുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും?
ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ വില അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്നേഹം വേർപെട്ടു പോകുന്ന സമയങ്ങളുണ്ട്, ഇല്ലേ? വീട് പണി പാതി വഴിയിൽ തമ്പിച്ചു പോകുമ്പോൾ നമ്മുടെ ദൈവസ്നേഹമൊക്കെ അവസാനിക്കും. അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന രോഗങ്ങൾ സുഖപ്പെടാതെ വരുമ്പോൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം എനിക്ക് ഈ രോഗം തന്നു? വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ, അതുപോലെ ജോലി കിട്ടാതെ വരുമ്പോൾ, വിസാ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ, വിദേശത്ത് പോകുവാൻ സാധിക്കാതെ വരുമ്പോൾ, രോഗം മാറാതെ വരുമ്പോൾ, ലോൺ സാങ്ഷനാതെ വരുമ്പോഴൊക്കെ നമ്മുടെ സ്നേഹം വേർപെട്ടു പോകുന്ന സമയങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും പൗലോസ്ലീഹായുടെ സ്നേഹം വേർപെട്ടു പോകുന്നതായിരുന്നില്ല. ശ്ലീഹായുടെ സ്നേഹം പ്രതികൂല സാഹചര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്ന സ്നേഹമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹായുടെ ആനന്ദം മുഴുവൻ ക്രിസ്തുവിലായിരുന്നു, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലായിരുന്നു. കാരണം സ്നേഹമുള്ളവരെന്നും സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവരാണ്. AD 64 നീറോ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് കൊലയ്ക്ക് വിധിക്കപ്പെട്ട് മരണ ദിവസവും കാത്തുകിടക്കുന്ന നാളുകളിൽ വിശുദ്ധ പൗലോസ്ലീഹ എന്താണ് ചെയ്തിരുന്നതെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത്. 28-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവം പ്രസംഗിക്കുകയും ചെയ്തു. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കഷ്ടതകൾ സഹനങ്ങൾ നേരിടേണ്ടി വന്നാലും ശ്ലീഹ വിലയുള്ളതായി കണക്കാക്കിയത് യേശുവിനെയും അവന്റെ വചനങ്ങളെയുമായിരുന്നു. അതുകൊണ്ട് അവൻ അത് പ്രസംഗിക്കുന്നതിൽ ഒരിക്കലും ലജ്ജയില്ലായിരുന്നു. അത് പഠിപ്പിക്കുന്നതിൽ അവനൊരിക്കലും കുറച്ചിലില്ലായിരുന്നു. ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. പ്രിയപ്പെട്ടവരെ, പൗലോസിന് ലഭിച്ചതും പൗലോസ് നേടിയെടുത്തതുമെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കണക്കാക്കി. പൗലോസിന്റെ ലക്ഷ്യവും പൗലോസിന്റെ മാർഗവും അദ്ദേഹത്തിന്റെ ആനന്ദവും ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനെ പോലെ കാണപ്പെടുക എന്നതായിരുന്നു. അതിലാണ് പൗലോസ്ലീഹ ആനന്ദം കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവൻ ബലികഴിച്ചും തനിക്കുള്ളതെല്ലാം നഷ്ടമായി കരുതിയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയും പൗലോസ്ലീഹ ക്രിസ്തുവിൽ ആനന്ദം കണ്ടെത്തിയതുപോലെ നിനക്കും ആനന്ദം കണ്ടെത്താൻ കഴിയണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. കലർപ്പില്ലാത്ത, മായമില്ലാത്ത സ്നേഹത്തിന്റെ ഉടമയായി നമ്മളൊക്കെ മാറണം. ഒരുമിച്ച് വിളിക്കാം: ഈശോയേ
ഹൃദയം തുറന്നു വിളിക്കാം. ഈശോയേ, ആത്മാർത്ഥതയോടെ വിളിക്കാം. ഈശോയേ, മടുപ്പ് കൂടാതെ വിളിക്കാം. ഈശോയേ, സ്നേഹത്തോടെ വിളിക്കാം. ഈശോയേ, ക്രിസ്തു സ്നേഹത്തെ പ്രതി എല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം. ഈശോയേ, ക്രിസ്തുവിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് വിളിക്കാം. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവരുടെ 4 പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവരുടെ 2 പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ബാക്കി 2 പ്രത്യേകതകൾ ഇന്നും പഠിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 4 പ്രത്യേകതകൾ. സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവർ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നു. രണ്ടാമതായിട്ട് അവർ ഭയത്തെ അതിജീവിക്കുന്നു. മൂന്നാമതായി അവർ സ്വയം മറന്ന് അപരന്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. നാലാമതായിട്ട് സത്യത്തിൽ ആനന്ദം കൊള്ളുന്നവർ സത്യത്തെ ജീവനേക്കാൾ വിലയുള്ളതായി കണക്കാക്കുന്നു. നമുക്ക് കണ്ണുകളടക്കാം.